ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറില്ല, അത് നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. സോ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാം. സോ ക്രിസ്മസിനൊക്കെ നമുക്ക് പറ്റിയൊരു നല്ലൊരു ഐഡിയ ആണ്. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ആദ്യം ഇതിൽ കാണുന്ന പോലെ ഞാനൊരു കവർ എടുത്തു. ദെൻ കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. ദെൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെറ്റൽസിൻ്റെ എത്രയാണ് വേണ്ടത്, 3 or 4 അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പൊന്നും നോക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിട്ട് കുറച്ച് ക്ലിയറായിട്ട് തന്നെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പെറ്റൽസിൻ്റെ രൂപത്തിൽ. അപ്പോൾ സൈഡ് വൈസ് എങ്ങനെ ഇറഗുലറായിട്ടിരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല. സോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് കർവായിട്ട് അത് കറക്റ്റ് പെറ്റൽ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് കവറിൻ്റെ പാർട്സും എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇങ്ങനെയൊരു കവറിൽ നിന്ന് ഉണ്ടാക്കിയ ഫ്ലവറാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യുകയില്ല. കറക്റ്റായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ദെൻ ഞാൻ 2 പാർട്സായിട്ടാണ് എടുത്തിരിക്കുന്നത്, പീസസാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈഡ് ഇറഗുലറായിട്ട് കട്ട് ചെയ്ത് ആദ്യം എടുത്താലും പ്രോബ്ലം ഇല്ല. സോ ഇതുപോലെ കർവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതുപോലെ പീസസ് കിട്ടും. ദെൻ ഇത് ഞാൻ ഒരു ടൈപ്പ് കമ്പിയാണ്. സോ ഇത് നമ്മുടെ കടയിലൊക്കെ അവൈലബിൾ ആണ്. ഒരു ബണ്ടിലിന് 39 rupees എങ്ങാണ്ടേ ഉള്ളൂ. സോ കറക്റ്റായിട്ട് ഫ്ലവറിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ദെൻ നമുക്കിനി എങ്ങനെയാണത് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ജസ്റ്റ് എല്ലാ ഫ്ലവേഴ്സിനെയും പെറ്റൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു നന്നായിട്ട് എടുക്കുക. ദെൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്നിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ദെൻ അത് വീണ്ടും ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് അടിയിലേക്ക് തന്നെ കൊണ്ടുപോവുക. ഇതുപോലെ ആയിരിക്കും നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ദെൻ ബാക്കിൽ നമ്മൾ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മളൊന്ന് മടക്കുക. എന്നിട്ടത് കറക്റ്റ് ഒരു ഫിറ്റിങ് കിട്ടാൻ വേണ്ടി നന്നായിട്ട് വളച്ച് കൊടുക്കുക ഇതുപോലെ. സോ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും. നമുക്കിങ്ങനെ ഒരു കവറിൽ നിന്ന് ഉണ്ടാക്കിയ ഫ്ലവറാണെന്നേ തോന്നുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറല്ല, ഇതൊരു പേപ്പർ ടച്ചുള്ളൊരു എക്കോ ഫ്രണ്ട്ലി കവറാണ്. സോ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ ആക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഞാൻ 2 പീസസ് ആയിരുന്നു, ഇപ്പം 4 പീസസും കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കർവായിട്ട് 4 പീസസും ഒരുമിച്ച് വെച്ചുകൊണ്ട് മടക്കിയോണ്ട് അതിൻ്റെ ഒരു ഇത് തിക്നെസ് കാരണം കുറച്ച് പതുക്കമുണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറ്റേത് 2-3 വെച്ച് ആക്കുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. സോ ദെൻ കർവ് ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തു. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിൽ ചെറുതായിട്ട് കർവ് ആയില്ലായിരുന്നു. ദെൻ കട്ട് ചെയ്ത് കൊടുത്തു. കറക്റ്റ് കർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. മിഡിലിൽ വെക്കാൻ ഒരു ചെറിയ പെറ്റലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു പീസ് എടുത്തത്. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. അതും കർവ് ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുകയല്ല. സോ അങ്ങനെ ചെറിയ പീസും ഞാൻ കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു.
ദെൻ നേരത്തെ പോലെ തന്നെ നമുക്ക് സ്റ്റിക്ക് എടുക്കാം. ഗോൾഡൻ കളർ സ്റ്റിക്കാണ്. ഗോൾഡൻ സിൽവറൊക്കെ അവൈലബിൾ ആണ്. സോ ഞാൻ വാങ്ങിച്ചത് ഗോൾഡൻ ആണ്. ഒരുപാടുണ്ട് കേട്ടോ, നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നേരത്തെ ഫസ്റ്റ് ഫ്ലവറിൽ കാണിച്ച പോലെ പെറ്റലെടുത്തിട്ട് ഇതുപോലെ ആക്കുക. ദെൻ എല്ലാ പെറ്റൽസും കൂടി വെച്ചിട്ട് താഴേക്ക് ദെൻ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ആ പെറ്റൽസിന് ഇതാക്കിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് നന്നായിട്ട് വളച്ചു കൊടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. നല്ലൊരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയായിരിക്കും. സോ അങ്ങനെ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കി. സോ ഇതാണ് ആ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ്. നമ്മൾ എത്ര കൂടുതൽ കൊടുക്കണോ അത്രയും ഭംഗിയായിരിക്കും. ദെൻ ഒരെണ്ണം ഞാൻ ചെറുതായിട്ടും ഒരെണ്ണം കുറച്ച് അല്പം വലുതായിട്ടും ഉള്ള ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട് കറക്റ്റ് പെറ്റൽസ് ഏതെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇതാണ് ഞാൻ അതുപോലെ ഒരു 17 വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ജസ്റ്റ് വൈറ്റ് മാത്രമാകുമ്പോൾ ഒരു എടുപ്പ് കാണില്ല. സോ നന്നായിട്ടൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 റെഡ് ഫ്ലവേഴ്സ്, ആ റെഡ് കളറ് ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതാണ് ആ ഫ്ലവർ. ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ പെറ്റൽസിൻ്റെ ഏതെങ്കിലും ആ ഷേപ്പൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലെ ഫുൾ ഫ്ലവേഴ്സും ഉണ്ടാക്കിയത്. ഒരു ഗോൾഡൻ ടച്ച് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് റെഡ് ഫ്ലവേഴ്സ് 4 കൂടി, അപ്പം കറക്റ്റ് അത് എടുത്ത് കാണിക്കും. വൈറ്റ് മാത്രമാകുമ്പോൾ ഒരു ഫുള്ളി ഒരു വൈറ്റിഷ് ആയിട്ട് നിൽക്കും. ഈ റെഡും കൂടി ഇടയ്ക്ക് കൊടുക്കുമ്പം നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഭംഗി തിരിച്ചറിയാൻ പറ്റും. സോ ഇതൊരു ജസ്റ്റ് ഒരു ബേസായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതായിരുന്നു. സോ അതിൽ റെഡ് ക്ലോത്ത് വെച്ചിട്ട് ബൈൻഡ് ചെയ്തിട്ട് ദെൻ ജസ്റ്റ് കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസൊക്കെ പിടിപ്പിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ബാക്ക് കണ്ട് അറിയാം എങ്ങനെയാണെന്ന്. സോ നേരത്തെ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള പെറ്റൽസ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റാണ് ഞാൻ അതിലിട്ട് കൊടുത്തത്. സോ അതും ആ വേസ്റ്റ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. സോ ഇതുപോലെ ഫ്ലവർ വേസിൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്ലവർ വയ്ക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. സോ ഫൈനലി നമ്മുടെ ഫ്ലവേഴ്സ് ഇങ്ങനെയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് ബൈൻഡ് ചെയ്തെടുത്തു എല്ലാ പെറ്റൽസും കൂടി ചേർത്ത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡും ആഡ് ചെയ്തു. സോ നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാൻ പറ്റും നല്ലൊരു എടുത്ത് കാണിക്കുന്നൊരു ലുക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ആകുമ്പോൾ ഫുള്ളി ഒരു വൈറ്റിഷായിട്ടിരിക്കും. ദെൻ ഇടയ്ക്ക് റെഡ് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊരു അട്രാക്റ്റീവായിട്ട് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഫ്ലവറിൻ്റെ ഭംഗി. നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും. സോ എന്നിട്ട് ആ ഫ്ലവർ വേസിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. വളരെ ഈസിയാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈവൻ ക്രിസ്മസിന് സെലിബ്രേഷനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. സോ വൈറ്റിൽ റെഡ് കൊടുത്തപ്പം അത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ഫൈനലി ഫ്ലവർ വേസിൽ ഫ്ലവർ വെച്ചപ്പോൾ ഉള്ളത്. പിന്നെ ഇതുപോലെ നല്ല ഭംഗിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു കവറിൽ നിന്ന് ഉണ്ടാക്കിയ ഫ്ലവറാണെന്ന് നമുക്ക് തോന്നില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സോ കവറൊക്കെ നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. സോ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ക്രിസ്മസ് ക്രാഫ്റ്റിംഗ് ആണ്. ഈവൻ നമുക്ക് ഈ ഫ്ലവർ വേണമെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ വേറൊരു ഫ്ലവർ ഉണ്ടാക്കിയതാണ്. ഇത് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും പേപ്പർ വെച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു വേസ്റ്റ് കവറിൽ നിന്ന് ഉണ്ടാക്കിയ ഫ്ലവറാണെന്ന് ഒരിക്കലും തോന്നില്ല. നല്ലൊരു ഫൈൻ ഫിനിഷാണ് കിട്ടുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ക്രാഫ്റ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ നമുക്ക് ഈവൻ ഡെക്കറേഷനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം. സോ കുറച്ച് നമുക്ക് ഈ കടയിൽ നിന്ന് കുറച്ച് ഗ്രാസ് ഐറ്റംസ് ഒക്കെ കിട്ടും. സോ അതൊക്കെ നമ്മൾ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ഫ്ലവേഴ്സ് മാത്രം വെക്കുമ്പോൾ ഒരു എടുപ്പ് തോന്നില്ല. സോ ഞാൻ റെഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നല്ല ഭംഗി തോന്നിയത്. അത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാൻ പറ്റും.
എനിവേ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.